സാറേ ഒന്ന് മാറ്, അവരവിടെ നിന്നോളും, സാറൊന്ന് മാറ്. It gives me an immense pleasure to welcome you all to this beautiful gathering as we all have come together to celebrate the spirit of Christmas and the arrival of New Year. A season filled with hope, love, gratitude and new beginning. Christmas സമാധാനത്തിന്റെയും കരുണയുടെയും അനുകമ്പയുടെയും സന്ദേശമാണ് ഈ ലോകത്തോട് പറഞ്ഞത്. ഒരു പുതുവത്സരമാവട്ടെ നമ്മെ സ്വയം വിലയിരുത്തി കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയെ അത് പ്രയോജനപ്പെടുത്തി മുന്നേറാൻ ശക്തി. Advocate Debbie George, Treasurer Advocate Shiny George. അത് മാറ്റണം, നല്ല രസം. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior. Showers of blessing, showers of blessing beneath. Mercies of glory, but through these showers we plead. There shall be showers of blessing, send them not cold as so long. Grand is now our refreshing, come and now with thy word. Showers of blessing, showers of blessing beneath. Mercy draws love is affording, but through the showers we plead. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ അസോസിയേഷൻ പ്രസിഡന്റ് കെ ജോസ്, നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ കമ്മിറ്റി എൻ ഹരികുമാർ, ബാർ അസോസിയേഷൻ്റെ ട്രഷറർ ഷൈനി സാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സ്, പ്രിയപ്പെട്ട അഭിഭാഷകരെ, പുതിയ വർഷത്തിൽ ഈ ന്യൂ ഇയർ ദിവസത്തിൽ നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ചു കൂടി സന്തോഷത്തിൽ ഈ സന്ധ്യയിൽ ഇരിക്കുന്നതാണ്. മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ഇതിനൊക്കെ മുൻപാണ് പ്രോഗ്രാമുകൾ നടത്തുന്നത്. ഈ വർഷം എന്തോ ഒരു നിമിത്തം പോലെ 1-ാം തീയതി തന്നെ നമുക്ക് ഈ പ്രോഗ്രാം നടത്താനായിട്ട് കഴിഞ്ഞു. തീർച്ചയായും ഈ ആഘോഷത്തിൻ്റെ ഒരു വർഷമായി തീരട്ടെ ഈ വർഷം എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന് സ്വാഗതം പറയുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യനായ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജയവർമ്മ സാറിനെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജ് എൻ ഹരികുമാർ സാർ, അദ്ദേഹം വന്ന കാലയളവ് മുതൽ അദ്ദേഹം എല്ലാ സമയത്തും ബാറിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും കൃത്യമായി മറ്റ് പ്രോഗ്രാമുകളെല്ലാം മാറ്റിവെച്ച് നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ജില്ലാ കമ്മിറ്റി എൻ ഹരികുമാർ സാറിനെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജസായ ബഹുമാന്യനായ ജയകൃഷ്ണൻ സാറുണ്ട്. അദ്ദേഹത്തിനെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാൻ ഇനിയും ആണെങ്കിലും വൈകുന്നേരം 9 മണി വരെ സമയമുണ്ട്. ജഡ്ജസ് എല്ലാവരും കടന്നു വരും എന്നാണ് നമ്മുടെ വിശ്വാസം. ഏതായാലും അഡീഷണൽ ഡിസ്ട്രിക്ട് 2 വിഷ്ണു സാർ അദ്ദേഹം എത്തിയിട്ടില്ല, തീർച്ചയായിട്ടും എത്തുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും.
മിനിമോൾ മേഡം ഇവിടെ എത്തിയിട്ടുണ്ട്. മിനിമോൾ മേഡത്തെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനിൽകുമാർ ജി പി സാർ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫാമിലി കോച്ച് ജഡ്ജി ബഹുമാന്യനായ ഡോണി സാർ ചില അസൗകര്യങ്ങളായിട്ട് അദ്ദേഹം ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് തിരക്കിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ പോലും അദ്ദേഹം എപ്പോഴെങ്കിലും എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MACP ജഡ്ജി ബിനു സാർ അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നോബൽ സാർ അദ്ദേഹം CJയുമായി നമ്മുടെ കോടതിയിൽ വന്നെങ്കിലും ഇന്ന് അദ്ദേഹം കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് ജില്ലാ ജഡ്ജി റാങ്കിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്. പ്രത്യേകം അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇതുവരെ ഞാൻ വേദികളിലും പറയാൻ ബോധപൂർവ്വം പറയാതിരുന്ന ഒരു കാര്യം, അദ്ദേഹം എന്നോടൊപ്പം പഠിച്ചിരുന്ന പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ്. ഞാൻ അദ്ദേഹത്തെ അക്കാഡമിയിൽ പഠിക്കുന്ന കാലങ്ങളിൽ അദ്ദേഹവുമായിട്ട് ഒന്നിച്ച് കലാലയ ജീവിതം ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്നു. അദ്ദേഹം അന്നും ഇന്നും എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കഴിവുകൊണ്ടും അറിവുകൊണ്ടും അദ്ദേഹം ഒരു നല്ല CJ-ആയിരുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചേരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് നമ്മുടെ സബ്ജക്ട് തോമസ് നബി സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. JFOC 1 കോഡ് കാർത്തിക മേഡത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞെങ്കിലും മേഡം കൃത്യസമയത്ത് എത്തി. അതാണ് ബാർ അസോസിയേഷൻ്റെ പ്രോഗ്രാമുകൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അത് മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും മേഡം എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. മേഡത്തെ ഹൃദയത്തിൻ്റെ പക്ഷേ സ്വാഗതം ചെയ്യും. അഡീഷണൽ 2 കോഡ് ജഡ്ജി മജിസ്ട്രേറ്റ് ബഹുമാനിയായ അഞ്ജലി ദേവി മേഡമാണ്. അഞ്ജലി ദേവി മേഡത്തിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് കോഡ് ജഡ്ജി മഞ്ജുസാർ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി അരുൺ ബിജു സാർ. Thank you, sir. I invite the President of Pathanamthitta Bar Association, Advocate Jay Verma sir, for his presidential address. Most respected honorable distinguished session heads, Sriman sir, and all other distinguished officers and officers, President, former President Federation Abdullah, Mr. Muhammad Mustafa, senior advocates, office bearers of Adelaide Crafts Association, and other staff members, പ്രിയപ്പെട്ട അഭിഭാഷക സുഹൃത്തുക്കളെ, ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിപാടി ബാർ അസോസിയേഷൻ്റെ ഷെഡ്യൂളിൽ 20-ാം തീയതി നടത്തേണ്ട സെലിബ്രേഷനാണ്. അല്പം വൈകിയാണ് നമ്മൾ ന്യൂ ഇയറിനോടുകൂടി ചേർത്ത് വെച്ചത്. നമ്മുടെ GM പ്രസാദ് കമ്പിച്ചായൻ്റെ ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്ന തോമസ് സാറുമായും അടുപ്പമുണ്ടായിരുന്ന ആളാണ് കമ്പിച്ചായൻ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് മറ്റൊരു നിങ്ങൾ കൊടുത്താൽ ബഹുമാന്യരായ ജില്ലാ ജഡ്ജി കൈമാർ സാറെ സ്വാഗതം ചെയ്യും. Senior advocates, legal advisors, Sarah Nair, ladies
ഓഫീസിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാരം ക്രിസ്മസ് ആശംസ തരുന്നതിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് ആഴ്ചകളായി, അതായത് 10 ദിവസങ്ങളാകുന്നു. ഇനി അങ്ങനെ ക്രിസ്മസ് ആശംസയ്ക്ക് യാതൊരു പ്രസക്തിയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത ദിവസം നോക്കുകയാണെങ്കിൽ വളരെ പ്രസന്റ് പറഞ്ഞതുപോലെ ഏറ്റവും മുഖ്യമായ ഒരു ദിവസം തന്നെയാണ്. 2026 തുടക്കത്തിൽ ബാറിലെ എല്ലാ മെമ്പേഴ്സും ഒത്തുകൂടി ഒരു ആഘോഷത്തോടുകൂടി തുടങ്ങുക എന്ന് പറയുന്നത് ഒരു നല്ല ബിഗിനിങ് ആഫ്റ്റർഡെന്നാണ് എന്ന് പറഞ്ഞതുപോലെ. ഇത് ഈ തുടക്കം, ഈ ഒരു എനർജിയും സ്പിരിറ്റും ഈ വർഷം മുഴുവൻ നിലനിൽക്കട്ടെ, നിലനിൽപ്പതാവണം. അതിന് ഈ ഒരു പ്രോഗ്രാം സഹായമാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ് ഇരിക്കുന്നതെങ്കിൽ പല സെക്ടറുകളിലും എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഹാർമോണിയസ് ആയിട്ട് എല്ലാ സെക്ടറുകളിലും ഒരേപോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതായ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പത്രത്തിൻ്റെ വാട്സ് സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു, അത് നമ്മളൊരു ശൈശവദശയിൽ നിൽക്കുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ പറ്റുമെന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു വിശ്വാസം. ഒരുപക്ഷെ ഈ മാസം ദിവസങ്ങളിൽ തന്നെ നിർമ്മാണ പരിപാടികളിലേക്ക് കടത്തക്ക രീതിയിലുള്ള ഗവൺമെൻറ് തലത്തിലും സാങ്കേതിക തലത്തിലുള്ള ക്ലിയറൻസ് ആവും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാത്രമല്ല മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെയും അടൂർ കോർട്ട് ബിൽഡിങ്ങുകൾ ആയി കഴിഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വലിയൊരു ഗ്രോത്ത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ സംഭവിക്കാൻ പോകുന്നത്. അത് 2000 എത്ര വർഷമായിട്ട് കോർട്ട് ബിൽഡിങ്ങുകളുടെ കോർട്ടിൻ്റെ സ്ഥലപരിമിതി കൊണ്ട് നിരക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ജുഡീഷ്യൽ എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള പരിഹാരം ആവുക എന്നുള്ളത് നമുക്ക് വലിയൊരു ആത്മവിശ്വാസം തുറന്നുള്ള പ്രവർത്തനങ്ങളുള്ള ഒരു വേദി കൂടി കിട്ടുകയാണ്. അങ്ങനെ ഈ ആ കാര്യത്തിൽ നമുക്ക് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് പോകാൻ തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ 26 നടക്കും. താന്നിയിലും അതെ, ബിൽഡിംഗ് ഇവിടുത്തെ സ്റ്റേജിൽ തന്നെയാണ് താന്നിയിൽ. ഇത് രണ്ടും സൈമൾട്ടേനിയസായി നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. ഇപ്പോൾ തന്നെ പത്തനംതിട്ട ബാർ അസോസിയേഷൻ ഹാളിൻ്റെ ഒരു കൺജസ്റ്റഡ് അവസ്ഥ നമ്മൾ ചോദ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഇടയ്ക്ക് മീറ്റിങ്ങിൽ പ്രസിഡന്റുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പറഞ്ഞു ലേഡീസ് റൂം പോലും ചോർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ പരിപാടികളിലാണ് ഔദ്യോഗികമായിട്ടുള്ള ഫയൽ നീക്കം, അതിനുള്ള താമസങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചെറിയ മെയിൻ്റനൻസ് നടക്കാതിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ ബലം ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഞങ്ങളുടെ അറിയാം സാങ്കേതിക വിഭാഗം ബിൽഡിങ്ങിൻ്റെ സിവിൽ സ്റ്റേഷൻ്റെ ബലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ബലം ഇല്ല ചില ഏരിയ മാറ്റി വയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ വരുന്നത് വലിയ ചോദ്യചിഹ്നമാണ്. പിന്നെ ആ ഏരിയയിൽ പ്രവർത്തിക്കേണ്ട ഓഫീസുകൾ എങ്ങോട്ട് മാത്രമുള്ളത് ചോദ്യചിഹ്നമാണ്. എന്തായാലും 2026 നമുക്ക് ആശാവഹമായ ഒരു ചേഞ്ച് ഇൻഫ്രാസ്ട്രക്ചറിലെ ഈ അവസരത്തിലേക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. എല്ലാ വർഷവും ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ ക്രിസ്മസിനും ന്യൂ ഇയർ വരാൻ ആശംസകളും ആ കാര്യങ്ങളെല്ലാം പ്രാവശ്യം എനിക്ക് പറയാനുള്ളത്. കൂടുതലായിട്ടും ആശംസ പറയാനില്ല. മാത്രമല്ല വളരെ സീനിയറായിട്ടുള്ള അഭിഭാഷകർ നടത്തുക എന്നുള്ളത് യുദ്ധമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയുടെ ഹെഡെന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ എല്ലാ മെമ്പേഴ്സിനും, ബാർ അസോസിയേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനും, കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ ബാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിഭാഷക ക്ലർക്കുമാർ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയറും വളരെ പ്രോസ്പറസ് ആയിട്ട് വളരെയധികം അഭിവൃദ്ധിയുള്ളൊരു പുതുവർഷവും ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും നടത്തിയെടുത്തതിന് നമ്മുടെ പ്രസിഡന്റിന്, ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. I invite Advocate Shiny George Escher for vote of thanks. Bhagwan Bar Association President A. Jayawala sir, Honorable District Session Clerk Sir, Bhagwan Judicial Officers,
ബഹുമാനപ്പെട്ട സീനിയർ ലോയേഴ്സ്, പ്രിയപ്പെട്ട എല്ലാ അഭിഭാഷകർക്കും ന്യൂ ഇയറിന്റെ ആശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു പുതുവത്സരം എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും വിജയപ്രദവുമായ ദിനങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആഘോഷങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നതുകൊണ്ട് ഓട്ടോ താങ്ക്സ് പറയുകയാണ്. ആദ്യമായി തന്നെ ഈ മീറ്റിംഗിൽ, ഈ സെലിബ്രേഷൻ മീറ്റിംഗിന്റെ പ്രസിഡന്റ്, നമ്മുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജയവർമ്മ സാറിന് കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സാർ മെസ്സേജ് എല്ലാം നമ്മുടെ ഗൗരവപരമായ പ്രശ്നങ്ങളെ കുറിച്ച് സാറിന്റെ സംസാരിച്ചു. നമ്മുടെ പുതിയ കോർട്ട് കോംപ്ലക്സിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ സംസാരിച്ചു. സാർ ഇവിടെ വന്നതിലും നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്തതിലും നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് എൻ ഹരികുമാർ സാറിന് ബാർ അസോസിയേഷന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഓഫീസേഴ്സ്, നമ്മുടെ ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സ്, അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് നമ്മുടെ ജയകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ അഡീഷണൽ 3 സെഷൻസ് ജഡ്ജ് മിനിമോൻ മാഡം, സബ് ജഡ്ജ് തോമസ് വർഗീസ് സാർ, CJM നോബൽ സാർ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കാർത്തിക മാഡം, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് സെക്കൻഡ് അഞ്ജലി ദേവി മാഡം, എല്ലാവർക്കും ഈ ബാർ അസോസിയേഷന്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ ലോയേഴ്സ്, റെസ്പെക്റ്റഡ് സീനിയർ ലോയേഴ്സ്, നമ്മുടെ മുൻ പ്രസിഡന്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കേരള ഷാംപൂർ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. സന്തോഷമായിട്ട് ഇനിയിപ്പം ഡാൻസ് ശുചിത്തിന്റെ ഡാൻസ് ഉണ്ട്. ഭരതനാട്യം ഇത് നാടോടി നിർത്താം. Matando lo que